വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 27 മുതൽ തിരുവചനങ്ങൾ. എൻ്റെ വാക്ക് ശ്രവിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു എന്ന പ്രത്യേകം ഒരു ആമുഖത്തോടെ യേശുവിൻ്റെ പ്രസംഗത്തിൻ്റെ പ്രധാന ഭാഗം തുടരുകയാണ്. ഈ ഒരു ആമുഖത്തിൻ്റെ സൂചന അത് തുടർന്ന് വരുന്നത് ഇതുവരെയുള്ളതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നത് തന്നെയാണ്. ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അസാധാരണമായ സംഗതിയാണ് പറയാൻ പോകുന്നത്. ശത്രുക്കളെ സ്നേഹിക്കണം. ശിഷ്യരെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ പ്രതി പീഡിപ്പിക്കുന്നവരാണ് അവരുടെ ശത്രുക്കൾ. ക്രിസ്ത്യാനിയായിരിക്കുന്നതിൻ്റെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവേചനം അനുഭവിക്കേണ്ടി വരുമ്പോൾ യേശുക്രിസ്തുവിനോട് കൂടുതൽ അടുക്കുവാൻ അവസരം ലഭിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാറുണ്ടോ? അപ്രകാരം ലഭിക്കുന്ന അവസരങ്ങളെയെല്ലാം ഉത്തമ ക്രിസ്ത്യാനികളായി പ്രയോജനപ്പെടുത്തുവാൻ നമ്മുടെ വരും തലമുറയെ നാം പഠിപ്പിക്കാറുണ്ടോ? യഥാർത്ഥത്തിൽ ഗൗരവമായ ഒരു കാര്യം തന്നെയാണിത്. കർത്താവിൻ്റെ വചനം സാധാരണ രീതിയിൽ മാത്രം കേൾക്കുന്നതിൽ ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ നമ്മുടേത് വചനശ്രവണമല്ല. കേൾക്കുന്ന വചനം പ്രവൃത്തിയാകുമ്പോഴേ വചനശ്രവണം യാഥാർത്ഥ്യവും പൂർണ്ണമാവുകയുള്ളൂ. നമ്മെ ജീവിക്കുന്ന കർത്താവായ യേശുവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എന്നേക്കും. ആമേൻ.